അടുത്ത നമ്മൾ പോകുന്നത് ആഫ്രിക്കയിലേക്കാണ്. നമ്മളിവിടെ ഒരു വെൽക്കം ചെയ്യുന്ന ബോർഡൊക്കെ ഉണ്ട് ആഫ്രിക്കൻ്റെ. ആഫ്രിക്കൻ സോങ് ഒക്കെ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട് അവര്. അങ്ങനെ നമ്മൾ ആഫ്രിക്കയിൽ എത്തിയിരിക്കുന്നു. ആഫ്രിക്കൻ ഡാൻസും സോങ്ങും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. ആഫ്രിക്കൻ കാഴ്ചകളിലേക്ക് നമുക്കിനി പോവാം. ആഫ്രിക്കൻ കലകളും ഒക്കെ ആയിട്ടാണ് ആഫ്രിക്ക നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ശരിക്കും ആഫ്രിക്ക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ് ആഫ്രിക്കൻ കലകള്. ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ഒക്കെ, ഹാൻഡ് ബാഗുകൾ, അങ്ങനെയൊക്കെയുള്ള ആഫ്രിക്കയിലെ ഒരു കടയിലെ ആളിങ്ങനെ റൂബിളിനെ വിളിച്ചോണ്ട് പോയി എന്തൊക്കെയോ കാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രീമാണോ? എന്തോ ക്രീം എന്തോ ആണെന്ന് തോന്നല്ലേ. അവര് ടെസ്റ്റ് ഡോസ് ഒക്കെ നല്ല മണമുണ്ട്. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ആഫ്രിക്കൻ കാഴ്ചകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആഫ്രിക്കയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് വൈറ്റ് ലൈൻ എൻട്രി ഫീസ് 10 SR 25 SR.
ലയൺ ലാൻഡ് എന്നും പറഞ്ഞുകൊണ്ടൊരു കാണാനുള്ളതാണ്. അതിന് എൻട്രി 10 SR 25 SR. നമ്മുടെ സ്കിൻ ഇത്രയാണ് കളർ വെക്കുന്നു തോന്നുന്നു. ആഫ്രിക്കക്കാര് കളർ വെക്കുന്ന ക്രീം എന്നിട്ട് അവർ നല്ല മണമുണ്ട്. വുഡിൽ തീർത്ത കുറെ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. വുഡ് ജിറാഫിനെയൊക്കെ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നു. ചൂടുകാലത്തേക്കിന് റോബിളിന് അവരുടെ മസാജും ക്രീമും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഹിന്ദി ഒക്കെ അറിയാം. റോബിൾ എന്റെ കയ്യിൽ ഇത് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആഫ്രിക്കക്കാര് കൊടുത്ത ക്രീം വെച്ചിട്ടാണ് റോബിള് എന്റെ കയ്യിൽ മസാജ് ചെയ്തോണ്ടിരിക്കുക. നമ്മളിപ്പോ ആഫ്രിക്കയിലാണ്. ആഫ്രിക്കന്റെ വിശേഷങ്ങളൊക്കെ എന്നാ ആഫ്രിക്കക്കാര് ക്രീം തേച്ച് നമ്മളെ കൊല്ലുമെന്ന് തോന്നുന്നല്ലോ. ഇതിന് ഞങ്ങൾ വേണ്ട 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 റൂബിളിന്റെ കൈ കാണിച്ച്. ഓ സോറി റൂബിളിന്റെ കൈ ഇന്ന് വെളുപ്പിച്ച് കൊടുക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ സ്പായും ഒക്കെ ചെയ്യുന്നുണ്ട്. കെമിക്കൽ ഒന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് സ്ക്രബ് ചെയ്യുന്നുണ്ട് റൂബിളിന്റെ കൈ എന്ന് വിചാരിച്ച് റൂബിള് നിന്ന് കൊടുക്കും. അതെ അതെ അതെ. അഗ്നിയും ബ്ലാക്ക് സ്പോട്ടും ഒക്കെ പോകുമെന്നാണ് അവര് പറയുന്നത്. ഓട് രക്ഷപ്പെട്ടോ ആഫ്രിക്കക്കാര്. ആഫ്രിക്കക്കാര് നമ്മളെ വെൽക്കം ചെയ്യാൻ ഭയങ്കര നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. അവരുടെ എല്ലാ ഷോപ്പിലും നമ്മളെ വെൽക്കം ചെയ്ത് അവരുടെ ക്രീമുകളും സ്ക്രബുകളും ഒക്കെ ഇങ്ങനെ ആഫ്രിക്കൻ ക്യൂരിയോസ് ഒക്കെയാണ്. വുഡിലൊക്കെ തീർത്തേക്കുന്ന കുറെ ക്രോക്കറി ഐറ്റംസും ബാഗുകളും ഒക്കെ ഉണ്ട്. ആഫ്രിക്ക ഒരുപാട് കാണാൻ വേണ്ടിയിട്ടുണ്ട്, പെട്ടെന്ന് തീരത്തില്ല. മാംഗോ ടാങ്കോ കുറെ ബേർഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ജിറാഫ് യാർഡ് എന്നൊക്കെ പറഞ്ഞ് ബേർഡ്സ് നെസ്റ്റ് ആഫ്രിക്കയിലുള്ളതാണ് ഈ ബേർഡ്സ് നെസ്റ്റ്. ജിറാഫ് യാർഡിൽ കയറി ജിറാഫിനെ കാണാം. ഓ ജിറാഫ് നിൽക്കുന്നുണ്ടോ? രണ്ട് ജിറാഫ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതുകൊണ്ട് ഒരെണ്ണം അതിനകത്തുണ്ട്. ആ കൂട്ടിൽ ഒരു ജിറാഫ് ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരു ജിറാഫ്. ആഫ്രിക്കയിലൊന്നും പോകാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ ആഫ്രിക്കയൊക്കെ കാണാൻ പറ്റിയില്ലേ അല്ലേ? ആഫ്രിക്കയിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഫൈനലി ഞാൻ തലയിലൊക്കെ ഒരു കെട്ട് കെട്ടി. തണുത്ത കാറ്റ് ഭയങ്കരമാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലൊക്കെ ക്യാപ്പൊക്കെ സ്വെറ്ററൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് വന്നാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്.
നമ്മൾ സ്റ്റിൽ ആഫ്രിക്കയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ആഫ്രിക്കയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതുപോലെ ആഫ്രിക്കയിലെ ആൾക്കാരൊക്കെ ഭയങ്കര നല്ലൊരു വെൽക്കമിങ് അവർ തരുന്നത് കേട്ടോ. ആഫ്രിക്കയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ കീപ്പ് ഓൺ വാച്ചിങ്.